വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ലേൺ. പിന്നെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി യൂണിറ്റിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇതിൽ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഒരു പോം ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ആണ്, മെൻഡിങ് വാൾ. ഇപ്പോൾ ഫ്രോസ്റ്റിനെ കുറിച്ചാണെങ്കിൽ അമേരിക്കൻ വെൽ നോൺ പോയറ്റാണ്. കൊളോക്യുൽ ഇൻ സ്റ്റൈലാണ് പോയംസൊക്കെ. അതുപോലെ പോയംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഡിലൈറ്റിലും അതുപോലെ എൻ്റെ ആ വിസ്ഡത്തിലാണ്. അപ്പോൾ ഈ രണ്ട് പറഞ്ഞ ഈ പോയിൻറ്റ്സ് കൊളോക്യൽ സ്റ്റൈലും ഡിലൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും വിസ്ഡത്തിൽ എൻഡ് ചെയ്യുന്നത് അയാളുടെ ഈ പോയത്തിൻ്റെ അപ്രസിഷൻ എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻഡിങ് വാൾ എന്ന് പറഞ്ഞാൽ റിപ്പയറിങ് എ വാൾ ഇവിടെ സിംബോളിക്കലി മീനിങ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻ റിലേഷൻഷിപ്പുകളെയാണ് വാൾ എന്നിവിടെ സിംബലൈസ് ചെയ്യുന്നത്. ദെൻ സംതിങ് ദർ ഇസ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ. നാച്ചറിൽ ഒരു വാളിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട്. ദാറ്റ് സെൻസ് എ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെൽ അണ്ടർ ഇറ്റ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ വാളിൻ്റെ അടിയിലുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഗ്രൗണ്ടിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നു, വികസിപ്പിക്കുന്നു. ദെൻ ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ. അപ്പോൾ അത് കാരണമായിട്ട് എന്ത് ചെയ്യും, ആ വാള് ഡാമേജ് ആവും. ആൻഡ് മേക്സ് ദ ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് അബ്രസ്റ്റ്. അപ്പോൾ അങ്ങനെ അവിടെ ഗ്യാപ്പ് ഉണ്ടാകുന്നത് രണ്ടാൾക്കാർക്ക് ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്യാപ്പുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഹണ്ടേഴ്സിൻ്റെ പണി, അതായത് വേട്ടയാടുന്നവരുടെ പണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റീപ്പയർ. ഞാൻ എന്ത് ചെയ്യും, അതായത് പോയറ്റ് എന്ത് ചെയ്യും, അവരുടെ പിന്നാലെ വരികയും എന്നിട്ട് അവിടെ വാളൊക്കെ റിപ്പയർ ചെയ്യുകയും ചെയ്യും. they would have left not one stone on a stone. ഒരു സ്റ്റോണിൻ്റെ മുകളിൽ വേറൊരു സ്റ്റോൺ ഉള്ളത് പോലും കാണാത്ത തരത്തിലുള്ള ഗ്യാപ്പുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ബട്ട് they would have the rabbit out of hiding to please the yelping dogs. ബാർക്കിംഗ് ഡോഗ്സ് അല്ലെങ്കിൽ കുരക്കുന്ന ഡോഗ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവും, അവരെന്ത് ചെയ്യും, ഹണ്ടേഴ്സ് എന്ത് ചെയ്യും, ഒളിച്ചിരിക്കുന്ന റാബിറ്റിനെ പുറത്ത് ചാടിപ്പിക്കും. ദെൻ ദ ഗ്യാപ്സ് ഐ മീൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ no one has seen them made or heard them made. ആരും അത് ഉണ്ടാക്കിയത് ആയിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയതിനെ കുറിച്ച് കേട്ടിട്ടോ ഒന്നുമില്ല. ബട്ട് ഇറ്റ് സ്പ്രിങ് മെൻഡിങ് ടൈം വി ഫൈൻഡ് ദം ദർ. പക്ഷേ സ്പ്രിങ് സീസണിൽ, അതായത് നമ്മൾ വാള് റീപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പിനെ അവിടെ കാണാറുണ്ട്. ഐ ലൈക്ക് മൈ നൈബർ നോട്ട് ബിയോണ്ട് ദ ഹില്ലിൻ്റെ സൈഡിലായിട്ട് താമസിക്കുന്ന എൻ്റെ നൈബറിനെ ഞാൻ ഇതിനെക്കുറിച്ച് ഇൻഫോം ചെയ്യും. ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കണ്ടുമുട്ടാനും അതുപോലെ വാള് ഫുൾ അലോങ് ആയിട്ട് റിപ്പയർ ചെയ്യാനും ഡിസൈഡ് ചെയ്യും. ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. അങ്ങനെ ഞങ്ങളുടെ ഇടയിലുള്ള ആ വാള് ഞങ്ങളൊന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യും. ഇവിടെ ഞങ്ങളുടെ ഇടയിലുള്ള വാൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്രോപ്പർട്ടികൾക്ക് ഇടയിലുള്ള വാളുകളല്ല ഉദ്ദേശിക്കുന്നത്, അവർക്കിടയിലുള്ള വാളുകളാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവരുടെ ഹൃദയങ്ങൾക്കിടയിലുള്ള വാള്. ആൻഡ് വി കീപ് ദ വാൾ ബിറ്റ്വീൻ ആസ് വി ഗോ. അപ്പോൾ ഞങ്ങൾ പോകുന്നവരെ ഞങ്ങളുടെ ഇടയിലുള്ള വാളിനെ ഞങ്ങൾ അവിടെ കീപ്പ് ചെയ്യും. ടു ഈച്ച് ദ ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൺ ടു ഈച്ച്. അപ്പം വാള് ഡാമേജ് ചെയ്യുമ്പം രണ്ട് സൈഡിലേക്കും ബോൾഡേഴ്സ്, അതായത് സ്റ്റോൺ എന്ത് ചെയ്യും, ആവുകയും. ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് സം സോ നിയർലി ബോൾസ്. ചില സ്റ്റോണുകൾ ലോവ്സ് പരന്നതായിരിക്കും, ബാക്കിയുള്ളത് ചിലതൊക്കെ ബോൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. അങ്ങനെ ആ വാള് ശരിക്കും ബാലൻസ് ആക്കി വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ അധികം ടൈം എടുക്കേണ്ടി വരും. അതാണ് സ്പെൽ. മോർ ടൈം ഹാസ് ടു ബി ടേക്കൺ ആൻഡ് സ്റ്റേ വേർ യു ആർ അൻറ്റിൽ അവർ ബാക്സ് ആർ ടേൺഡ്. അപ്പം അങ്ങനെ ഇവർ ബാലൻസ് ആക്കുമ്പോൾ വാളിനോട് പറയുകയാണ് എന്ത്, ഞങ്ങളുടെ പുറം തിരിയുന്നത് നിങ്ങൾക്ക്, അതായത് സ്റ്റോണുകൾക്ക് നേരെ പുറം തിരിയുന്നത് വരെയെങ്കിലും നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് പറയാണ്. വി വിയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം. അപ്പോൾ ഈ സ്റ്റോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടുക്കി വെച്ചിട്ട് അവരുടെ ഫിംഗേഴ്സൊക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, വളരെ റഫായിട്ട് മാറിയിട്ടുണ്ടാവും. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം, വൺ ഓൺ എ സൈഡ് ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. അപ്പോൾ ഈ പോയറ്റിന് ഇതൊരു ഔട്ട്ഡോർ ഗെയിം, ഈ വാള് റിപ്പയർ ചെയ്യുന്നത് ഒരു ഔട്ട്ഡോർ ഗെയിമിനെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം വാള് സെൻറ്ററിൽ, അപ്പം രണ്ട് പ്ലെയേഴ്സും ഒരാളപ്പുറത്തും മറ്റൊരാൾ ഇപ്പുറത്തും.
എന്നിട്ട് വാളിനെ സ്റ്റോണുകൾ എടുത്തിട്ട് വാളിനെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അത് അയാൾക്കൊരു ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് തോന്നുന്നത്. ദവർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വാൾ. ശരിക്കും ഞങ്ങൾക്കിടയിൽ ഒരു വാളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹീസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർക്കാഡ്. അയാൾക്കെല്ലാം, അതായത് നൈബറിനെ എല്ലാം ഉള്ളത് പൈൻ ട്രീസാണ്, പക്ഷെ എനിക്കുള്ളതോ ആപ്പിൾ ട്രീസാണ്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈ ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും അയാളിലേക്ക് പോവുക അല്ലെങ്കിൽ അയാളുടെ പൈൻസിൻ്റെ കോൺസ് അല്ലെങ്കിൽ കായകൾ തിന്നുകയോ ഇല്ല. ഐ ടെൽ ഹിം ഹി ഓൺലി സേസ് ഗുഡ് ഫാൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഞാനത് പലപ്പോഴും അയാളോട് പറയാറുണ്ട്, പക്ഷെ അയാൾ പറയും നല്ല ഫാൻസ് അല്ലെങ്കിൽ നല്ല വേലികൾ നല്ല നൈബേഴ്സിനെ ഉണ്ടാക്കുന്നു. സ്പ്രിംഗ് ഈസ് മിസ്ചീഫ് ഇൻ മീ ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്നിലൊരു കുസൃതിയുള്ളൊരു കാലമാണ്. എനിക്ക് അപ്പോൾ എന്ത് തോന്നും, അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ തലയിലേക്ക് ഒരു ഐഡിയ ഇട്ട് കൊടുക്കണം എന്ന് എനിക്ക് തോന്നും. അയാളിലേക്ക് ഒരു ഐഡിയ ഇട്ട് കൊടുക്കണം എന്ന് തോന്നും. വൈ ഡു ദ മേക്ക് ഗുഡ് നൈബേഴ്സ്? ഗുഡ് വാൾസ് അല്ലെങ്കിൽ ഗുഡ് ഫാൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗുഡ് നൈബേഴ്സ് ഉണ്ടാവാൻ തോന്നുന്നു? ഇസ്ൻ്റ് ഇറ്റ് വേർ ദർ ആർ കൗസ് ബട്ട് ഹിയർ ദർ ആർ നോ കൗസ്. ഇവിടെ പശുക്കൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പശുക്കളൊന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ വാൾ സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ വാൾ റിപ്പയർ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ ഹാഡ് ആസ്ക്ഡ് ടു നോ. വാൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിച്ചറിയണം തോന്നും. എന്ത്? വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട്. വാൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എന്തൊക്കെ സൂക്ഷിക്കുന്നു എന്നൊക്കെ എനിക്ക് ചോദിക്കണം തോന്നും. ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗിവ് എഫൻസ്. അതുപോലെ തന്നെ ഈ ഒരു വാൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ആരെയാണ് ഒഫൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതെന്നും ചോദിക്കണം എന്നൊക്കെ തോന്നും. ആൻഡ് സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻറ്റ് ലവ് എ വാൾ. നാച്ചറിലെന്തോ പ്രകൃതിയിലെന്തോ വാളിനെ ഇഷ്ടപ്പെടാത്ത എന്തോന്നുണ്ട്. ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? വാളിനെ കൊളാപ്സ് ചെയ്യിക്കണം അല്ലെങ്കിൽ തകർക്കണം. ഐ കുഡ് സേ എൽസ് ടു ഹിം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന്? എൽസ് ആണ്, അതായത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണെന്ന് പറയും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് എൽസ് എക്സാക്ട്ലി ഐ ഹാഡ് റാദർ. പക്ഷെ അത് എൽസ് അല്ലായിരുന്നു. ആൻഡ് ഹീ സെറ്റ് ഇറ്റ്സ് ഫോർ ഹിംസെൽഫ്. ആ നാച്ചുറൽ വാളിനെ ഇഷ്ടപ്പെടാത്ത എന്താന്നുള്ളത് അയാളോട് പറയാൻ ഞാൻ പറയാണ്. ഐ സീ ഹിം ദർ. ഞാൻ അയാളെ കണ്ടു. ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. രണ്ട് കയ്യിലും രണ്ട് കൂർത്ത കല്ലുകൾ അല്ലെങ്കിൽ രണ്ട് കല്ലുകൾ താങ്ങി പിടിച്ച് വരുന്ന അയാളെയാണ് ഞാൻ കാണുന്നത്. അപ്പം ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്, അതായത് പ്രിമിറ്റീവ് മാനെയാണ് ഇവിടെ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ് എന്ന് പറഞ്ഞത്. അത് പണ്ട് കാലങ്ങളിലുള്ള ആദിമ മനുഷ്യനെയാണ് അപ്പോൾ അയാൾക്കത് തോന്നിയത്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ദ ട്രീസ്. എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ പോയറ്റിൻ്റെ അഭിപ്രായത്തിൽ അയാളിപ്പോഴും ഡാർക്ക്നെസ്സിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇരുട്ടിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, പോയിക്കൊണ്ടേയിരിക്കുന്നത്. വുഡ്സിൻ്റെ മാത്രമല്ല മരങ്ങളുടെയും ഷെയ്ഡ്സിൽ നിഴലുകളും കൂടിയാണ് അയാൾ നീങ്ങുന്നത്. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദർ സെയിം. അയാളുടെ അച്ഛൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും അയാൾ പോവില്ല. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. അപ്പോൾ അതിലൂടെ അച്ഛൻ്റെ ഒരു ഇതിലൂടെ തന്നെ പോകാനാണ് അയാൾക്കിഷ്ടം. അല്ലെങ്കിൽ പരിഷ്കൃതനായി അല്ലെങ്കിൽ നാഗരികനായി ജീവിക്കാൻ അയാൾക്ക് ഇഷ്ടമില്ല. ഹി സേസ് അഗെയിൻ. അയാൾ വീണ്ടും പറയുന്നു, ഗുഡ് ഫാൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല ഫാൻസ് അല്ലെങ്കിൽ നല്ല വേലികൾ നല്ല നൈബേഴ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പോയറ്റ് പറയുന്നത് യൂണിറ്റി മെയിൻ ഐഡിയ അല്ലെങ്കിൽ പോയത്തിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ നാച്ചറിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വാൾ വെച്ചിട്ടുള്ള സെപ്പറേഷനൊന്നും നാച്ചറിന് ഇഷ്ടമില്ല എന്നും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രകൃതി അതിനെ നശിപ്പിക്കാൻ ഡെസ്ട്രോയ് ചെയ്യാൻ നോക്കും. നല്ല ഇപ്പോൾ നൈബേഴ്സായിട്ട് നല്ല റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിലൊക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായാൽ നല്ലതാണ്. ഇവിടെ വാൾ എന്ന് പറയുന്നത് അതാണ്, ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ബിറ്റ്വീൻ നൈബേഴ്സാണ്. നൈബേഴ്സ് തമ്മിലുള്ള റെസ്ട്രിക്ഷനാണ്. നമ്മൾ നൈബേഴ്സായിട്ട് നല്ല അടുപ്പമുണ്ടെങ്കിൽ പോലും
അവരായിട്ട് നല്ല ബന്ധം പുലർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാൾസ് സെറ്റ് ചെയ്യൽ നല്ലതാണ്. നല്ലൊരു ബന്ധം ഇപ്പോഴും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ പോയത്തിൻ്റെ അപ്രിസിയേഷൻ മസ്റ്റാണ്. നല്ല ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.